ഈ സ്ത്രീ പുരുഷന്മാരുടെ കാര്യത്തിലേ യഥാർത്ഥത്തിൽ ഈ വ്യായാമം ചെയ്യുന്നത് പുരുഷന്മാരാണെന്നാണല്ലോ പൊതുവെ വെപ്പ്. പക്ഷേ അവരുടെ പ്രായം 76 ഉള്ളൂ, അവരുടെ എക്സ്പയറി 76 ആകുമ്പോഴേക്ക് എക്സ്പയർഡ് ആവും. പക്ഷേ 84 സ്ത്രീകൾക്ക് കാണുന്നത്. അപ്പോൾ സ്ത്രീകളെ കൂടി പുരുഷന്മാരെ കൂടി കുറച്ച് അവർക്ക് ആരോഗ്യം കൊടുക്കുന്ന എന്ത് പരിപാടിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ ഇപ്പോൾ നമ്മളുടെ 2 ഒബ്ജക്റ്റീവ്സ് ആണ്. ഇപ്പോൾ നമ്മളിതിനെ ഒന്ന് ചാർട്ട് ചെയ്യുമ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് ശരീരത്തിൻ്റെ ആരോഗ്യം, 2 തുല്യമായി പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ആരോഗ്യാവസ്ഥകൾ പലപ്പോഴും ശരീരത്തിൻ്റെ രോഗാവസ്ഥകളെ കൂടി അല്ല ആരോഗ്യാവസ്ഥയെ നിർണ്ണയിക്കും. അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ 4 പില്ലേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഞാൻ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ അരുൺ അങ്ങയുടെയും അല്ലെങ്കിൽ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏതാനും മിനിറ്റുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിക്ഷേപമാണ്. അപ്പോൾ ഓരോ ദിവസവും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 20 മുതൽ 30 മിനിറ്റ് വ്യായാമം, യോഗയാകാം, അതല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് മറ്റ് സൂംബ ആകാം, എയറോബിക്സ് ആകാം, ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യാൻ കഴിയുമെന്ന്. ഒന്നാമത്തെ കാര്യം അത് ആക്ട് വെൽ, റിമൂവ് വെൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈറ്റ് വെൽ. നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ കേരളത്തിൽ നമ്മൾ 3 വർഷമായിട്ട് ശൈലി ആപ്പ് വഴി സർവേ നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് 100 പേരെ എടുത്ത 34 പേർക്ക് BP ഉണ്ട്. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സർവേ നടക്കേണ്ട 3ാമത്തേത് ഇന്ന് ബഹുമാനപ്പെട്ട CM ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 34% പേർക്ക് BP ഉണ്ട്, 24% പേർക്ക് പ്രമേഹം ഉണ്ട്. നമ്മൾ ഒരു വർഷമായിട്ട് കഴിഞ്ഞ ഈ 2025 ഫെബ്രുവരി 4-ാം തീയതി ഒരു ക്യാൻസർ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരുന്നു. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. 21 ലക്ഷം ആളുകൾ അതിൽ സ്ക്രീനിങ്ങിന് വിധേയമായി. പുതുതായിട്ട് കുറേയേറെ ആളുകൾക്ക് ക്യാൻസർ കണ്ടുപിടിച്ചു. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, സ്ത്രീകളിലെ സെർവൈക്കൽ ക്യാൻസറിന് പ്രീ ക്യാൻസറസ് സ്റ്റേജിൽ 218 വരെയാണ് നമ്മൾ കണ്ടെത്തിയത്.